വ്യാജ ആധാർ കാർഡും ഇലക്ടർ റോളും എല്ലാം ഉണ്ടാക്കിയതായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ കേട്ടത്. ഇപ്പം ഈ ഒരു ആരോപണം വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. വ്യാജ രേഖകൾ ഉണ്ടാക്കുക എന്നുള്ളത് CPIM-ൻ്റെ ഒരു രീതിയല്ല. അദ്ദേഹം അതിൻ്റെ തെളിവുകൾ കൊടുക്കട്ടെ. വേണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് വരാം. അദ്ദേഹം ഉചിതമായ നടപടി എടുക്കട്ടെ. 5 വർഷം മുമ്പ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രധാന വാഗ്ദാനമായിരുന്നു പെൻഷൻ 2500 രൂപ ആക്കുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും 2000 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഭരണത്തിലേക്ക് വരാം. എന്താണ് അല്ല, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ എല്ലാം കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ റെക്കോർഡ് വളരെ പ്രസിദ്ധമാണ്. ആദ്യം എത്ര രൂപ പെൻഷനാണ് തുടങ്ങിയതെന്നറിയാവോ കേരളത്തിൽ? എൻ്റെ ചോദ്യം ചോദിച്ച സുഹൃത്തിന് 45 രൂപയായിരുന്നു. EK നായനാരുടെ കാലത്ത് തുടങ്ങിയതാണ്. അതിങ്ങനെ പടിപ്പടിയായിട്ട് വർദ്ധിച്ചു. ആ വർധനവിൽ ഏതെല്ലാം മുന്നണി മാറി മാറി എന്നൊക്കെ വരാറുണ്ടായിരുന്നു. 5 വർഷം തുടർഭരണം വന്ന് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം മാത്രമാണ്. അപ്പോൾ ഈ തുടർഭരണത്തിന് വരുമ്പം എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ എത്രയായിട്ട് വർദ്ധിച്ചു എന്നുള്ള കണക്കും അറിയാം. അപ്പം ബാക്കി കാര്യങ്ങൾ പെൻഷൻ പോലെയുള്ളത് ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ ഉചിതമാണെന്ന് കരുതുന്നില്ല. കാര്യം അധ്യാപകരും എൻജിഒമാരും ഒക്കെ ആയിട്ടുള്ളവർക്ക് പെൻഷൻ കിട്ടുന്നത് എത്രയാണ്? 25,000, 30,000, 36,000 കിട്ടുന്നില്ലേ? ഈ 45 രൂപ കൊടുത്തു തുടങ്ങിയപ്പോൾ കോൺഗ്രസ് എന്താ പറഞ്ഞതെന്നറിയോ? ഇത് പ്രത്യുൽപാദനപരമല്ല. ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് വളരെ അടുപ്പവും ബഹുമാനവും ഉള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് സഭയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വോയിസ്, അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പെൻഷൻ കൊടുത്ത് ഈ രാജ്യം മുടിഞ്ഞിരിക്കുകയാണ്, ഈ പെൻഷൻ കൊടുത്തുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറയുന്ന ഒരെണ്ണം വിഷ്വൽ ഞാൻ കണ്ടു. അതല്ല, ഞാൻ സൂക്ഷിച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ചാനലുകളെല്ലാം കൈവശം ഉണ്ടാവും. അങ്ങനെ ഈ പെൻഷൻ കൊടുക്കുന്നത് രാജ്യത്തെ മുടിക്കുന്ന ഒരു സമീപനമാണ് എന്ന സമീപനമല്ല ഇടതുപക്ഷ ജനാധിപത്യം മുന്നിക്കുള്ളത്. എന്നാൽ സുഹൃത്തിനറിയുന്നത് പോലെ ഇന്ന് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഡൽഹിയുടെ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് മുമ്പൊരു ഫൈനാൻസ് കമ്മീഷൻ, ഭരണഘടനാപരമായി ഫൈനാൻസ് കമ്മീഷനാണ് ഈ ആകെയുള്ള നികുതി വരുമാനം സംസ്ഥാനങ്ങളുമായി എങ്ങനെ വീതം വെക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. കേരളത്തിന് 3.8% വീതം വെക്കാനുള്ള നികുതിയുടെ വിഹിതം കിട്ടിയിരുന്നു. അതിപ്പോൾ 1.9 നേരെ പകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഇത് 10,000 കോടി രൂപയാണ് ഈ 1% മാറുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അത് വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചു. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം പുനർനിർണ്ണയിക്കുന്നതിനെക്കുറിച്ച്. നമ്മുടെ മലയാളിയായിട്ടുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ്. അതിൻ്റെ ഒരു ഭാഗം റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.